എല്ലാവർക്കും ജുബി സ്ഫ്യൂഷനിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എങ്ങനെ പോയി? ഇവിടുത്തെ ക്രിസ്മസിനുണ്ടാക്കിയ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മളതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക്, നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ട് അതൊന്ന് കാരമലൈസ് ആകുമ്പോൾ നമുക്ക് അതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. സൈഡിൽ നിന്ന് ഇങ്ങനെ പഞ്ചസാര കരിഞ്ഞ് വരുമ്പം, കരിഞ്ഞല്ല ഒരുമാതിരി കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്കത് ഒരു പാത്രം നമുക്ക് തുണി വെച്ച് പിടിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത്, ഇങ്ങനെ കാണിക്കുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് സൈഡിൽ നിന്ന് വിട്ട് വരുമ്പം അത് നല്ലതുപോലെ അലിഞ്ഞ് കിട്ടുന്നതായിരിക്കും പഞ്ചസാര അങ്ങനെ കാരമലായി കഴിയുമ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ പഞ്ചസാര തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം, 3/4 കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം. അത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കത് നിർത്തി വയ്ക്കാം. ആ ഒരു സമയത്തേക്ക് പഞ്ചസാര കാരമലൈസായി കിട്ടുന്നതായിരിക്കും. എന്നിപ്പോൾ നമുക്ക് ആ ചൂടുള്ള വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. ആദ്യം നമ്മൾ സ്പൂണൊന്നും ഇടേണ്ട ആവശ്യമില്ല. പാത്രം തുണി വെച്ച് പിടിച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കറക്കി കൊടുത്താൽ മതി. ഇനി വെള്ളം ഒഴിച്ച് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് മൊത്തം 1/2 കപ്പ് സിറപ്പായിട്ട് മാറണം. ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ കാരമൽ സിറപ്പിന് ഉണ്ടാകേണ്ടത്. ആദ്യം നമ്മൾ പഞ്ചസാര വയ്ക്കുമ്പം തീ കുറച്ചും കൂട്ടിയൊക്കെ വയ്ക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുമ്പോൾ ഒന്ന് കുറച്ച് വെച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പറ്റുന്നത് വരെ തിളപ്പിക്കാം. ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ 2 വൈനിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ക്രിസ്മസിൻ്റെ റെസിപ്പീസ് ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ വേറെയും കുറേ റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലേക്ക് ഒന്ന് ചെന്ന് കണ്ട് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് തീ നിർത്തി ഇതൊന്ന് തണുക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കട്ടിയാവുന്നതായിരിക്കും. ഇനി നമ്മൾ കേക്കിന് ബാറ്ററിന് ആവശ്യമുള്ള 100 ഗ്രാം ബട്ടറാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും ഏത് ഇൻഗ്രീഡിയൻസ് എടുത്താലും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളിപ്പം ബട്ടർ നല്ലതുപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ 150 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുത്ത് രണ്ടും കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓയിലും ചേർത്ത് കൊടുക്കാം. ബട്ടറും ഓയിലും മിശ്രിതമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 50 ml ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, അതിനൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ക്രിസ്മസിനുണ്ടാക്കിയ കുറേ സ്വീറ്റ്സിൻ്റെ റെസിപ്പീസ് ഇനിയും ഇടാനുണ്ട്. അത് വരുന്ന വീഡിയോകളിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ നല്ലതുപോലെ യോജിച്ച് വന്ന കൂട്ടിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വരെ എസൻസ് ചേർത്ത് കൊടുക്കാം. എസൻസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചേർത്ത് കൊടുത്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കേക്കിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടണം. ഇത് നല്ലൊരു അഭിപ്രായം കിട്ടിയൊരു കേക്ക് തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് കൂടി നോക്കണം. 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 225 ഗ്രാം മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് അരിച്ച് വെച്ചതാണ്. ഇത് നമുക്ക് കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ യോജിച്ചെടുക്കാം. ഈ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലത്തെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. അല്ലെങ്കിൽ ഒരു തവി ആണെങ്കിലും മതി.
കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ നമുക്കിതിനെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. മുഴുവൻ മൈദ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാരമൽ സിറപ്പ്, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇത് ഏകദേശം നമ്മൾ 1/2 കപ്പോളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. കാരമൽ സിറപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വൈനിലൊക്കെ ഇട്ട് 2 ആഴ്ച മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ടിൻ്റെ മിക്സാണ് ഈ കേക്കിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇത് ഏകദേശം 1/2 കപ്പോളം ചേർക്കാവുന്നതാണ്. കൂടിയാലും കുഴപ്പമില്ല, കാരണം ഇത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു കേക്കാണ്, പ്ലം കേക്ക് എന്ന് പറയുമ്പം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കേക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിന് മൈദയിലൊന്ന് പുരട്ടി നമുക്കതിന് പിന്നെ യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ ചേർക്കുന്നത്, ഇങ്ങനെയാണ് ചേർക്കുന്നത്. ഇങ്ങനെയും ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ പ്ലം കേക്കിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ഗരം മസാല. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഗരം മസാല മാറ്റി വയ്ക്കണം 1/2 ടീസ്പൂണെങ്കിലും. ആ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കും. നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ കേക്ക് ഒഴിച്ച് വയ്ക്കേണ്ട കേക്കിൻ്റെ ടിന്ന് റെഡിയാക്കി വയ്ക്കണം. ഓയിലും അല്ലെങ്കിൽ ബട്ടറും മൈദയും കൂടെ ചേർത്ത് നമുക്ക് തട്ടി വയ്ക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. ഞാൻ ഈ ബാറ്റർ 2 കേക്കിൻ്റെ ടിന്നിലാണ് ഒഴിക്കുന്നത്. 2 ഷേപ്പിലുള്ള കേക്കിൻ്റെ ടിന്നിൽ, ഒന്ന് റൗണ്ട് ഷേപ്പും ഒന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലുമാണ്. റെക്റ്റാങ്കിൾ ഷേപ്പിലാണെങ്കിൽ നമുക്ക് മുറിച്ചൊക്കെ വയ്ക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കേക്കിൻ്റെ ടിൻ എടുക്കുന്നത്. പിന്നെ റൗണ്ട് കേക്കാകുമ്പോൾ നമുക്ക് ക്രിസ്മസിനന്ന് വെട്ടാനും എളുപ്പമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കേക്കിൻ്റെ ടിന്നൊന്ന് കാണിച്ചു തരാവേ. ഈ ഒരു ടിന്നാണ് ഞാൻ എടുക്കുന്നത്. ഇത് മൈദയും ഓയിലും മൈദയും കൂടെ ചേർത്ത് തട്ടി കൊടുത്തതാണ്. ഇത് നമുക്ക് ബാറ്റർ 3/4 പാത്രത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൊങ്ങി വരാൻ കുറച്ച് സ്ഥലം വിട്ട് കൊടുക്കണം. ഇത് നമുക്ക് 180 ഡിഗ്രിയിൽ 50 മിനിറ്റ്സിന് വയ്ക്കാം, 50 മിനിറ്റിനായിട്ട് വയ്ക്കാം. എല്ലാവരുടെയും ഓവൻ ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും, അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. റെക്റ്റാങ്കിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 180 ഡിഗ്രിക്ക് 50 മിനിറ്റ് വെച്ചിട്ടുള്ളതാണിത്. അതേസമയം എനിക്ക് റൗണ്ട് കേക്ക് അത് കഴിഞ്ഞ് ഉടനെ വെച്ചപ്പോൾ എനിക്ക് 180 ഡിഗ്രിയിൽ 30 മിനിറ്റിൻ്റെ ആവശ്യമേ വന്നുള്ളൂ. കാരണം അതിൻ്റെ കേക്കിൻ്റെ ബാറ്റർ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പൊങ്ങിയിട്ടുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസിന് അന്ന് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഈ കേക്കാണ് മുറിച്ചത്. ഇതോടൊപ്പം വൈനും കൂടെ ഉണ്ടായിരുന്നു. നമ്മളുണ്ടാക്കിയ ബ്ലാക്ക് സീഡ്ലെസ് റേസിൻസ് വൈനാണിത്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചെന്ന് കാണുക. നല്ലൊരു കോമ്പിനേഷനായിരുന്നു അത് രണ്ടും കൂടെ ചേർത്ത് കഴിച്ചപ്പം. ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.